രാവിലെ എണീറ്റപാടെ എന്താന്നറിയില്ല, ആകെ മൊത്തം ഒരു മന്ദത ഫീലാണ് കേട്ടാ. ചെറിയൊരു പനിക്കോള് വരുന്നുണ്ടോന്ന് ഡൗട്ട് ഇല്ലായികയില്ല. അത് മാത്രമല്ല, മഴക്കാലം അങ്ങ് സ്റ്റാർട്ട് ചെയ്തല്ലോ, പൊതുവെ എല്ലാ കാര്യത്തിനോടും ഭയങ്കര അലസത. തണുപ്പുകൊണ്ടായാലും രാവിലെ എണീക്കാൻ തന്നെ നല്ല മടിയാണ്. പക്ഷെ ഈ കിടക്കുന്ന രണ്ടെണ്ണത്തിനും 8:30 മണിയാകുമ്പോഴേക്കും ഒക്കെ ലെവൽ ചെയ്ത് സ്കൂൾ ബസ് കയറ്റി വിടണ്ടെന്ന് ആലോചിക്കുമ്പോഴേ ആ ക്ഷീണം കൊണ്ട് മാറും. രണ്ടും കൂടി കിടക്കുന്ന കിടപ്പ് കണ്ട, ഇനി ഇവരൊന്ന് എണീറ്റ് കിട്ടാന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കുള്ള പരിപാടിയാണ്. അല്ലെ, ഇവരെ പറഞ്ഞിട്ടും കാര്യമില്ല. ഈ പോത്ത് പോലെ വളർന്ന എനിക്ക് തന്നെ നേരം വെളിച്ചാകുമ്പോൾ എണീക്കണ കാര്യം ആലോചിക്കുമ്പോൾ ഒരു പെരുപ്പാണ് ഇവരക്ക്. അതൊക്കെ പോട്ടെ, നമുക്ക് എന്തായാലും ഞാൻ അടുക്കളയിൽ കയറിയിട്ട് ആദ്യം ഉപ്പേരിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനിട്ടാ. ഉണക്കപ്പയർ ഇന്നലെ തലേ ദിവസം വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. ഉപ്പേരിക്കപ്പോൾ ഇതാണ് ഇന്നിട്ടാ. പിന്നെ ചായക്കിത വെള്ളം വെച്ചു. മക്കൾക്ക് ഇന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സോയാബീൻ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ബിരിയാണി റൈസും ഇരിപ്പുണ്ട്. അതും വെച്ച് കുക്കറിൽ ഒരു തട്ടിക്കൂട്ട് ബിരിയാണി അങ്ങ് സെറ്റാക്കി എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ കിക്രൂന് എന്തായാലും ഇഷ്ടമാവും. ഇത് ഞാൻ കറണ്ടിൻ്റെ അടുപ്പിലാണ് ചോറൊക്കെ വയ്ക്കുക. ചോറ് ഇവിടെ കിടന്ന റേഷൻ്റെ ഏരിയയിൽ നമുക്ക് ദാന്ന് പറയുമ്പോഴേക്കും സംഭവം വേഗം വെന്ത് കിട്ടിക്കോളും. ഇവിടെ എല്ലാവർക്കും ഈ അരി തന്നെ വേണം കേട്ടോ, അത് മസ്റ്റാണ്. വിസിൽ വന്നു. ഉണക്കപ്പയർ ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്ക് നല്ല ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ തോല് എളിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുത്തി എന്തായാലും ഉപ്പേരി വറവാക്കി. ഇനി തട്ടിക്കൂട്ട് ബിരിയാണിയിലേക്കുള്ള സാധനങ്ങളൊക്കെ പറക്കി കൂട്ടി വെക്കുകയാണ് കേട്ടോ. ഇപ്പോൾ സോയാബീൻ എടുത്ത്, പിന്നെ ഇതിലേക്കുള്ള റൈസ്, ഇത് മുഴുവനൊന്നും എടുക്കുന്നില്ല, ഒരു 1-1.5 ഗ്ലാസ് എടുക്കും. മക്കൾ മാത്രം കൊണ്ടുപോകുന്നതാണ് കേട്ടോ. പിന്നെ ഇതിലേക്കുള്ള സ്പൈസസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തലേ ദിവസം കുറച്ച് ഉണക്കച്ചെമ്മീൻ വാങ്ങി വന്നിരുന്ന ഏട്ടൻ. അപ്പോൾ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ ഒരു കഷ്ണം വെള്ളരിക്ക ഇരിപ്പുണ്ട്. തലേ ദിവസം മീനൊന്നും കിട്ടാത്ത കാരണം അപ്പോൾ വെള്ളരിക്കയും ഉണക്കച്ചെമ്മീൻ വെച്ചിട്ട് കറിയാക്കാമെന്ന് വിചാരിച്ചേ. പിന്നെ സോയാബീൻ ഇത് ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. തൊട്ടിപ്പുറത്ത് ഇതാ ഉണക്കപ്പയർ ഉപ്പേരി റെഡി ആയിട്ടാണ്. ഇന്നത്തെ ഒരുവിധം സംഭവങ്ങളൊക്കെ കുക്കറിലുള്ള പണി കാരണം വേഗം ചടപടയിച്ചിട്ട് കാര്യങ്ങളൊക്കെ വേഗം ചെയ്തു വെക്കുകയാണ്. വെള്ളരിക്ക വെന്ത് കഴിഞ്ഞപ്പോഴേ ഞാനതെല്ലാം കൂട്ടിയിട്ട് ചട്ടിയിലേക്ക് ഇട്ടു കേട്ടോ. ഇനി ഉണക്കച്ചെമ്മീൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ കിടന്നിട്ടൊന്ന് വേവട്ടപ്പോഴേക്കും തേങ്ങയൊക്കെ അരച്ച് വെക്കണം. ഈ കറി എന്നൊക്കെ ഇവിടെ വെച്ചോ അന്ന് ചോറിനൊക്കെ ഒരു ഡിമാൻഡ് കൂടും കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ള കറിയാണ് കേട്ടോ. പ്രത്യേകിച്ച് സൈഡ് ഡിഷും കാര്യങ്ങളൊന്നും വേണ്ട, ആ ചാറും ആ ചോറും മാത്രം മതി ഇവിടെ വയറ് കയറാൻ. പിന്നെ സോയ ബിരിയാണിയിലേക്കുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം നെയ്യിൽ എല്ലാ സ്പൈസസൊക്കെ ഇട്ടിട്ട് അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ സവാളയും അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ തക്കാളിയും അതുപോലെ ഞാൻ കായം തേച്ച് വെച്ച സോയാബീൻ ഇട്ടിട്ട് ഇച്ചിരി തൈരും മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടങ്ങ് വഴറ്റും. പിന്നെ ഇതാ മാറ്റി വെച്ചിരിക്കുന്ന സോയാബീനും കഴുകി വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അരിയും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യും. പിന്നെ ആവശ്യത്തിന് വെള്ളം ഞാൻ അളന്ന് വെച്ചിട്ടുണ്ടോ. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതേ ഒറ്റ വിസിൽ മതി. ചോറ് ഇതിങ്ങനെ വല്ലാതെ കുഴഞ്ഞു പോവാതെ അങ്ങനെ ഇരിക്കും. അത് സെറ്റായി കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ ബ്രേക്ക്ഫാസ്റ്റിലുള്ള കാര്യങ്ങൾ നോക്കുകയാണ് കേട്ടോ. പത്തിരിക്ക് വേണ്ടി കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ അതവിടെ പ്രസ്സിൽ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ മുട്ടക്കറി ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്. അപ്പോൾ ലക്കിമോന് ഇപ്പോൾ സ്നാക്സിന് ബ്രെഡും മുട്ടയും നിർബന്ധമാണ്. ഇപ്പോൾ കുറച്ച് ദിവസം അടുപ്പിച്ചിട്ട് ഇപ്പോൾ ഇതാണ് കൊണ്ടു കൊടുക്കുന്നത് ആൾക്ക് കേട്ടോ. അപ്പോൾ മടുത്ത് കഴിയണ വരെ ഇത് തന്നെയാവും ഒരു 4-5 ദിവസം. അത് കഴിഞ്ഞാൽ ആളിനി മാറ്റി പറയും. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവന് ഏതാ ഇഷ്ടം, അവൻ എന്താ കഴിക്കാൻ തോന്നുന്നത് അതാണ് ഞാൻ അവന് ലഞ്ചിന് വെച്ച് കൊടുക്കാറ്. ആള് തീരെ ഭക്ഷണം കഴിക്കാത്ത ചെക്കനാണ്. ഇക്രുമോനെ പോലെയല്ല. അവർക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ചും സ്നാക്സും ഒക്കെ റെഡി ആയി കഴിഞ്ഞതാ. പത്തിരിക്കല്ല് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ പത്തിരിക്കും മുട്ടക്കറിയും അതുപോലെ തേങ്ങാപ്പാൽ നിർബന്ധമാണ് കേട്ടോ. പൊതുവെ ഉപ്പിട്ടിട്ടാണ് ഞങ്ങളൊക്കെ കഴിക്കുക. ലക്കിക്ക് മാത്രം പഞ്ചസാര ഇട്ടിട്ട് മാറ്റി വയ്ക്കുക. അവനെ പഞ്ചസാര ഇട്ട് കഴിക്കാനാണ് ഇഷ്ടം. എന്നതാ നമുക്ക് വലിയ പത്തിരിച്ചട്ട ആയതുകൊണ്ടേ 4-5 എണ്ണ ഒരുമിച്ച് അങ്ങ് ഇടാം, വേഗം പണി കഴിയും കേട്ടോ. അങ്ങനെതാ ചൂടാറി കഴിഞ്ഞിട്ട് 2 പേരുടെ സ്നാക്സിലൊക്കെ ഇതാ ഫില്ല് ചെയ്ത് വെച്ചു. ടിഫിനും റെഡി ആക്കിയിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ 2 പേരും വിളിക്കാൻ നിൽക്കുക. പിന്നെ ഒരു 3/4 മണിക്കൂർ തിരക്കാണ്. ഫ്രഷായി കുളിച്ച് വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് 2 പേരും റെഡി ആയിട്ട് സ്കൂൾ ബസ് വരാൻ വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ. തിക്കും തിരക്കിൽ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മക്കളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ബസ് കാത്ത് നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങൾ മുക്കാൽ സ്കൂൾ മാറഞ്ചേരി സ്കൂളിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെയാണ് ബസ് വന്ന് നിൽക്കുക. ഇന്നെന്തായാലും മക്കളെ കൊണ്ടാക്കാൻ ഏട്ടനുണ്ട് കേട്ടോ. ഏട്ടനൊന്ന് ലീവായിട്ടുണ്ടായിരുന്നു. കമ്മണി ഇക്കറും കൂടെ ഉള്ളതുകൊണ്ടാണ് ലക്കി ഇത്ര ഉഷാറിലും സന്തോഷത്തിലൊക്കെ സ്കൂളിൽ പോകുന്നത് തന്നെ പറയാം. ഞാൻ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മായിയുടെ മോൻ്റെ മക്കൾ ഇതാ അവർ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ബസ് കാത്ത് നിൽക്കുകയായിരുന്നു. മക്കളെ കണ്ടപ്പോൾ അങ്ങോട്ട് പോകുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.